നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇപ്പോൾ നമ്മൾ പുതുവർഷത്തിലെ 2024 ഓരോ രാശിക്കൂറുകാരുടെയും തൊഴിൽപരമായിട്ടുള്ള ഫലങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. ഓരോരുത്തർക്കും തൊഴിലിൽ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മേടം, ഇടവം, മിഥുനം എന്നീ കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലത്തെ നോക്കാം. കർക്കിടക കൂറുകാർക്ക് തൊഴിൽപരമായി എങ്ങനെയുണ്ടാകും എന്ന വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെച്ചേക്കുക. നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലത്തെ നോക്കാം. കർക്കിടക കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വർഷമായിരിക്കും 2024. മെയ് മാസം മുതൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും എന്ന് പ്രത്യേകം പറയാം. മറ്റുള്ളവരുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും സ്വന്തം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും മാർക്കറ്റിംഗ് രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും 2024 അതിഗംഭീരമായിട്ടുള്ള വർഷമാകും. ബിസിനസ് ഒക്കെ വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. തൊഴിലാളികൾക്ക് ശമ്പള വർധനവും ജോലിക്കയറ്റവും ഒക്കെ ലഭിച്ചേക്കാം. സെയിൽസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് അതിൽ വിജയിക്കാനാകുന്ന സമയമാണ്. കർക്കിടകൂറുകാർക്ക് 2024 തൊഴിൽപരമായിട്ട് അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. കസ്റ്റമർ റിലേഷൻ രംഗം, നഴ്സുമാർ, ഡോക്ടർമാർ, ഹോട്ടൽ ജോലിക്കാർ, ജലസംബന്ധമായിട്ടുള്ള തൊഴിൽ ഏർപ്പെടുന്നവർ, കൂടാതെ പൊതുവെയുള്ള ആതുര ശുശ്രൂഷ രംഗം, കലാകാരന്മാർ, വസ്ത്രാഭരണാദി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ വളരെ നേട്ടങ്ങളുള്ള സമയമാണ്. എന്നാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് 2024 ഏപ്രിൽ മാസം വരെയുള്ള സമയം അത്ര ശുഭകരമല്ല. എന്നാൽ അതിനുശേഷം വളരെ നല്ല സമയമാണ്. വിജയങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കർക്കിടകൂറുകാരെ തേടിയെത്താം. ഇത്രയും കാര്യങ്ങളാണ് കർക്കിടകൂറുകാരുടെ തൊഴിൽ സംബന്ധമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ചിങ്ങക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള സമ്പൂർണ്ണ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.